ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. 2 ദിവസമായി വീഡിയോസൊന്നും ഇടലില്ല. ഒന്നാമത്തത് എടുക്കാൻ പറ്റിയിട്ടില്ല, പിന്നെ തലവേദനയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കാനൊരു മൂഡ് വന്നില്ല. അന്നേരം അതങ്ങനെ പോയിട്ടോ. ഇതിപ്പോൾ എങ്ങോട്ടാണ് പോകണേ വിചാരിക്കുന്നു കേട്ടോ. അമ്മയും മക്കളും കൂടെ രാവിലെ അതങ്ങോട്ട് പോവുകയാണ്. ഇതാ നമ്മളെ ചക്കര പഠിക്കുന്ന സ്കൂളാണ് കേട്ടോ, തലപ്പുഴ സ്കൂളാണിത്. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് അംഗൻവാടിയിലേക്കാണ് കേട്ടോ. ഇന്ന് കുഞ്ഞാപ്പൂനിയും കൊണ്ടൊന്ന് അംഗൻവാടിയിൽ പോവുകയാണ്. ഇപ്രാവശ്യം പ്രവേശനോത്സവം കാര്യപരിപാടികളൊന്നും ഇല്ല കേട്ടോ. നേരെ ഒരു സംഗമം പോലെ ചെറുതായിട്ട് വെച്ചതാണ്. നമ്മളെ കുട്ടികളൊക്കെ പിരിഞ്ഞു പോകുന്നതുകൊണ്ട് നമുക്ക് പ്രളയത്തിൻ്റെ ഇതൊക്കെ ഉള്ള അംഗൻവാടി ഉള്ളതുകൊണ്ട്, കേരളത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പ്രവേശനോത്സവമായിട്ടോ ഘോഷയാത്ര അങ്ങനത്തെ ഒന്നും വെക്കരുതെന്നാണ് ഓർഡർ. അതുകൊണ്ട് പ്രവേശനോത്സവമായിട്ടൊന്നുമില്ല. ഇതിങ്ങനെ ഡെക്കറേഷൻ ചെയ്തൊക്കെ കഴിഞ്ഞപ്പോഴാണ് ടീച്ചർ അറിയുന്നത് തന്നെ കേട്ടോ, ഇങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ. അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ടില്ല. പിന്നെ പിരിഞ്ഞു പോകുന്ന കുട്ടികൾക്ക് ചെറിയൊരു സമ്മാനം കൊടുത്തു. പിന്നെ നമ്മളെ പുതിയതായിട്ട് വന്ന കുറച്ച് കുട്ടികൾക്ക് ഒരു ചെറിയൊരു പ്രോത്സാഹന സമ്മാനം പോലെ കൊടുത്തു. അവർക്ക് അങ്ങനെ കിട്ടുമ്പോൾ വലിയ സന്തോഷമാവില്ല. അന്നേരം കുഞ്ഞാപ്പൂവിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്ന് മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ പോകാം, ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അന്നേരം അവളൊരു കൂട്ടുകാരത്തി ഉണ്ട് ഇവിടെ അടുത്ത്. അന്നേരം അവളും കൂടെ ഉണ്ടെങ്കിൽ രണ്ടാളും കൂടെ അങ്ങനെ ഇരുന്നോളുമല്ലോ, കുറച്ച് നേരം ഇരിക്കുകയാണെങ്കിൽ ഇരിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു. ഒന്നാമത്തെ മെയിനായിട്ട് ഞാൻ വിടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കില്ല, വീട്ടിൽ നിന്നൊന്നും മര്യാദ കഴിക്കില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അംഗൻവാടിയിലാകുമ്പോൾ പിള്ളേരെ കൂടിയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചോളുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇത് നമ്മളെ വാർഡ് മെമ്പറാണേ. അന്നേരം മൂപ്പരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അംഗൻവാടീനെ പറ്റിയിട്ടും. പിന്നെ നമ്മൾ ഈ അംഗൻവാടി ഒരു വാടക കെട്ടിടമാണ് കേട്ടോ, ചെറിയൊരു അംഗൻവാടിയാണ്. വലിയ സൗകര്യമോ കാര്യങ്ങളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ നമുക്കിവിടെ അംഗൻവാടിക്കായിട്ടൊരു പ്രത്യേക ബിൽഡിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. അന്നേരം ഇതിങ്ങനെ വാടകയ്ക്ക് പഞ്ചായത്ത് വാടക കൊടുത്തിട്ടാണ് കേട്ടോ ഈ ബിൽഡിങ് പ്രവർത്തിക്കുന്നത്. ഒരു ചെറിയൊരു ക്വാർട്ടേഴ്സ് പോലത്തെ സംഭവം കേട്ടോ. അതായത് നമുക്കാണെങ്കിൽ ഇത് കുറേ ഇങ്ങോട്ടേക്ക് വരണം, ടൗണിലെത്തണം കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകണം. അന്നേരം നടന്ന് പോവുകയാണെങ്കിൽ നടക്കാൻ കുറച്ച് ദൂരമുണ്ട്. രാവിലെയും വൈകുന്നേരം നല്ലൊരു നടപ്പാണ് കേട്ടോ അത്. എന്നാലും വേണ്ടില്ല, അവൾ ഇരിക്കട്ടെ. LKGയിലൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സ്മാർട്ട് ആവുമല്ലോ എന്ന് വിചാരിച്ചു. അന്നേരം നമ്മൾ കുഞ്ഞാപ്പൂന് ഇതാ സമ്മാനവും മുട്ടായൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൾ പേര് ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ കയറിയപ്പോൾ ഇരിക്കാനൊക്കെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അങ്ങ് ഇരുന്നു കേട്ടോ. കുട്ടികളെ കണ്ടപ്പോൾ കസാരയിലൊക്കെ ഇരുന്നു. പിന്നെ ബലൂണ് ആദ്യമായിട്ട് പോയപ്പോൾ തന്നെ അവൾക്കൊരു സമ്മാനപ്പൊതിയൊക്കെ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. സമ്മാനമൊക്കെ കിട്ടുന്നതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ആകാംക്ഷ. പിന്നെ പായസമൊക്കെ കുടിച്ചു, മുട്ടായൊക്കെ തിന്നു. അവരെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും കൂടി ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അവരെ പ്രളയം കാരണം നമുക്ക് വയനാട്ടിൽ മാത്രമേ ഉള്ളൂ കുറച്ച് പ്രശ്നങ്ങളും മഴയൊക്കെ കുറവ്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും നല്ല മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ന്യൂസിൽ കാണുന്നുണ്ട്. ദൈവം സഹായിച്ചിട്ട് ആർക്കും ഒരു അപായം ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം എന്താ വെച്ചാൽ പ്രളയത്തിൻ്റെ അവസ്ഥ എന്താണെന്നും അത് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്നും മാനസികാവസ്ഥ എന്താണെന്നൊക്കെ ശരിക്കും അറിയുന്നവരാണ് നമ്മൾ. അന്നേരം ഈ മഴ തുടങ്ങുമ്പോഴത്തേക്കും തന്നെ ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് കുറേയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. റോഡ് പണിയൊക്കെ കരിയായിട്ട് നടക്കാത്തതുകൊണ്ട് കനാലിലുള്ള വെള്ളം ഇതൊക്കെ കയറിയിട്ടാണ് പല സ്ഥലത്തും വെള്ളത്തിൻ്റെ പ്രശ്നം വന്നത്. അന്നേരം ദൈവം ഈ വർഷം എന്തൊക്കെ കായി തീർക്കും എന്നൊന്നും അറിയില്ല. അന്നേരം ഇതാട്ടോ, കുറേ പിള്ളേർ പോകുന്ന പിള്ളേരുണ്ട് കേട്ടോ. ഒരു 7 പിള്ളേർ പോകുന്ന പിള്ളേരുണ്ട്. അതേപോലെ തന്നെ 7 പിള്ളേർ പുതിയ പിള്ളേരും ഉണ്ട് കേട്ടോ. അന്നേരം കുഞ്ഞാപ്പൂവിനെ പോലെ തന്നെ ചെറിയ പിള്ളേരെല്ലാവരും, വലിയ വലിപ്പമുള്ള പിള്ളേരൊന്നും ഇല്ല. പിന്നെ കുഞ്ഞാപ്പൂവിന് തന്നെ 3 വയസ്സായിട്ടല്ലേ ഉള്ളൂ. പിന്നെ അവളെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ ആവുമെന്നൊന്നും അറിയില്ല. ടീച്ചേഴ്സുമായിട്ടൊക്കെ എങ്ങനെ പോകുന്നതെന്ന് അറിയില്ല. കുറച്ച് ഇതാണ് കേട്ടോ ടീച്ചർ. ഇത് അംഗൻവാടിയത്തെ ടീച്ചറാണ് കേട്ടോ. പുതിയ ടീച്ചറാണ്. പഴയ ടീച്ചർ മാറിയിട്ട് ഇപ്പോൾ കുറച്ചായി. പുതിയ ടീച്ചർ നമ്മൾ അംഗൻവാടി തായാണ് കേട്ടോ. ചേച്ചി പിന്നെ കുറേ കാലമായിട്ടോ അംഗൻവാടിയിൽ. എൻ്റെ മൂത്ത മോള് പോയിട്ടില്ല. അവൾ പോയിട്ടില്ല. അവളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴാണ് അംഗൻവാടി പോകുന്നത്. അന്ന് തൊട്ട് ടീച്ചർ അയ്യനെ കണ്ടിട്ടുണ്ട് കേട്ടോ. അതിന് മുന്നേ ഉള്ളതാണ് കേട്ടോ. ഞാൻ കാണാൻ തുടങ്ങിയത് പൊന്നൂസിനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത്. ഇപ്പോൾ തന്നെ എത്ര വർഷമായി? 14 വർഷമായില്ലേ. അതായത് ഇത് അവിടെ പഴയ പിള്ളേരാണ്. അവരന്നേരം പാട്ടൊക്കെ പാടുന്നുണ്ട്, നല്ല പാട്ടൊക്കെ പാടുന്ന കുട്ടികൾ. പിന്നെ നമ്മൾ അംഗൻവാടിത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇത് നമ്മളെ എസ്റ്റേറ്റ് റോഡാണ്, തലപ്പുഴ ടൗണിൽ നിന്ന് മോൾക്കൂടുള്ള റോഡാണ്. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന നമ്മളെ കുറേ കൂട്ടുകാരുണ്ട്. നമുക്ക് ഡെയിലി വീഡിയോക്കൊക്കെ കമൻറ്റ് ഇടുന്ന ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട്. ലൈവിൽ വരാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്. പേരെടുത്തൊന്നും പറയുന്നില്ല, എല്ലാവർക്കും ഹായ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പഴയ ഫാമിലി ക്വാർട്ടേഴ്സാണ് കേട്ടോ. അത് മുകളിലുള്ള പാടി എന്നൊക്കെ പറയും. അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. അവിടേക്ക് താമസമൊന്നുമില്ല. ഇവിടുത്തെ അമ്മയൊക്കെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ പണ്ട് താമസിച്ചത് ഇതുപോലത്തെ പാടികളിലാണ് കേട്ടോ. അതൊക്കെ ഇങ്ങോട്ടേക്കുണ്ട്. ആ പാടികളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയി. ഇപ്പോൾ പാടികളിലൊക്കെ കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പാടികളിൽ താമസിക്കുന്നു. എല്ലാവരും സ്വന്തം വീട് വെച്ചത്. നമ്മളെ വഴി കാണാൻ ഭയങ്കര ഭംഗിയായിട്ട്. ഈ എസ്റ്റേറ്റിൻ്റെ നടുവ് കൂടെ വാഗമരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയായിട്ട്. കാരണം ഇതിവിടെ ഇങ്ങനെ ഫാക്ടറി ഉണ്ട് കേട്ടോ. ടീ ഫാക്ടറി ഉണ്ട് അവിടെ. ഞാൻ ഫാക്ടറി വീഡിയോ ഒക്കെ എടുക്കണം വിചാരിച്ചു നോക്കുമ്പോൾ അവിടെ നിറച്ച് കണ്ടോ ചപ്പ് പറിക്കുന്ന ആൾക്കാരുണ്ട്. അതിനും വീഡിയോ എടുക്കാനൊരു മടി. ഞാൻ ഫാക്ടറി ഇനി അംഗൻവാടി പോകുമ്പോൾ ഫാക്ടറി ക്ലിയർ ആയിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ.
ഇത് പാരീസൺസിൻ്റെ ഫാക്ടറിയാണ് കേട്ടോ. ടീ ഫാക്ടറിയാണ്. ചായപ്പൊടി ഉണ്ടാക്കുന്നത് ഇവിടെ തന്നെ. ചായപ്പൊടിയൊക്കെ അതിൻ്റെ ഔട്ട്ലെറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട്. പുറത്ത് താഴെയൊക്കെ കടകളുണ്ട്. ഇത് റിസോർട്ടാണ് കേട്ടോ. ഇവിടെ നമ്മളെ വിദേശികളൊക്കെ ഇഷ്ടം പോലെ വരും കേട്ടോ. ബാംഗ്ലൂർ അങ്ങനെ സായിപ്പ് മദാമ അങ്ങനത്തെ ഇഷ്ടം പോലെ ആൾക്കാർ വരും. നമ്മളെ നാട് കാണാൻ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. അല്ല ഇവിടെ ഒരു പട്ടീനെ കണ്ട് പറഞ്ഞിട്ട് ഒരാൾ കണ്ടോ കല്ലെടുത്തിട്ട് പോകണേ. ഇതാണ് സ്വഭാവം. ഒരു വഴിക്ക് നടന്നു പോകുമ്പോൾ ചെയ്യുന്നതാണ് കേട്ടോ. അത് അവിടെ ഒരു പട്ടി അതിലേ പോകണം. അതായത് അതിന് ഞാൻ ആ വീഡിയോ എടുക്കുന്ന നേരം കൊണ്ട് പട്ടീനെ എറിയാൻ പോകുക കേട്ടോ. ഇതിനൊക്കെയല്ലേ നമ്മൾ പുറത്തേക്ക് വിടേണ്ടത്. ഇതാണ് ഈ പ്രായത്തിലേ ഉള്ള കുരുത്തക്കേട് കേട്ടോ. ഇതിങ്ങനെ ഈ ഒരു വളവ് അങ്ങനെ 2 വളവ് അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടിലേക്ക് ഏകദേശം എത്താനാവും കേട്ടോ. ഇവിടെ റിസോർട്ടിൽ വന്നിട്ട് ഒരുപാട് പേര് താമസിക്കും. എന്നിട്ടിങ്ങനെ വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനായിട്ടും കാണാനായിട്ടും ഇവിടെ മറ്റേ എണ്ണപ്പനേൻ്റെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ പലതരം ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാനായിട്ടൊക്കെ പോകും ആൾക്കാർ. ഇതിപ്പോൾ ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല മുട്ട വെയിലാണ് കേട്ടോ. ആ വെയിലത്താണ് അമ്മയും മക്കളും. ഞാൻ ഒന്നാമത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാമല്ലോ വിചാരിച്ചിട്ടാണ് നടത്തുന്നുണ്ട്. ചപ്പ് പറക്കുന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ പറിച്ച് വരുന്നുള്ളതുകൊണ്ടാണ് ഈ നല്ല ഭംഗിയിൽ കാണുന്നത് കേട്ടോ. കുഞ്ഞാപ്പോണെങ്കിൽ കുടയൊന്നും ചൂടൊന്നുമില്ല. അങ്ങനെ നടക്കുന്നതിൻ്റെ അവിടെ നിന്നിട്ട് എന്നോട് എൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അവിടെ നിന്നാണ് കേട്ടോ അവൾ. അന്നേരം ഇതുണ്ട് നല്ല രസമല്ലേ. സൈഡിൽ കൂടെയൊക്കെ വെച്ച് ചെടികളൊക്കെ കാണാൻ ഭയങ്കര ഭംഗി. കല്യാണ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ വന്ന് എടുക്കും കേട്ടോ. ഇത് പിന്നെ നമ്മൾ പൊന്നൂനും ചക്കുനും പുസ്തകവും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി നമ്മളവിടെ ഒരു ബഡാ ബസാറുണ്ട് കേട്ടോ. അവിടെ പോയതാണ് കേട്ടോ. ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഞാൻ വീഡിയോ എടുക്കാനുള്ളൊരു മടിയോട് ചെറിയ തോതിൽ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. അതായത് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ കേട്ടോ. ഇവിടെ കുറേ സാധനങ്ങൾ കേട്ടോ. ഞങ്ങൾ തന്നെ ഒരു 1,500 രൂപേൻ്റെ സാധനങ്ങൾ മേടിച്ചു കേട്ടോ. പുസ്തകമായിട്ടും ടിഫിൻ ബോക്സ് ആയിട്ടും പൊതിയായിട്ടും എല്ലാം കൂടെ മേടിച്ചപ്പോഴത്തേക്കും 1,500 രൂപേൻ്റെ അടുത്തായിട്ടോ. പിന്നെ ഈ പ്രാവശ്യം ബാഗും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കുറച്ചൊരു സമാധാനം. കഴിഞ്ഞ പ്രാവശ്യത്തെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട് അത്യാവശ്യം എല്ലാ സാധനങ്ങളുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ. ബില്ലടിക്കാനൊക്കെ ഞങ്ങൾ കുറേ നേരം വരി നിന്നു. അന്നേരം എല്ലാവർക്കും ഓക്കെ. വീണ്ടും ഒരു ബായും കൂടെ പറയണം കേട്ടോ.